ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ സിഗരറ്റ് ബാൻഡാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഒരു അളവ് പോലും എടുക്കാതെയാണ് നമ്മളിന്ന് സിഗരറ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീറ്ററിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ക്ലോത്ത് നിവർത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നീളം ഭാഗത്തേക്ക് ഇത് 2ആക്കി മടക്കിയെടുത്തു. അപ്പോൾ നമ്മൾ ക്ലോത്ത് 2ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഫോൾഡഡും ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഫോൾഡ് സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് ഞാനിവിടെ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അത് 2 മീറ്റർ ക്ലോത്താണ്. ഇത് ചുരിദാർ സെറ്റിൽ നിന്നുള്ള പാൻറ്റിൻ്റെ ക്ലോത്താണ്. അപ്പോൾ 2 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ മടക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരിദാർ മടക്കിയിടുന്ന പോലെ മടക്കിയെടുക്കാം, കുറച്ച് ക്ലോത്ത് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡാണ്, ഇപ്പുറത്തെ സൈഡിൽ ഒരു ഓപ്പൺ സൈഡും ഒരു ഫോൾഡും കൂടിയാണ് വരുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു സിഗരറ്റ് ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിച്ചതോ ആയാലും ഏതെങ്കിലും ഒരു സിഗരറ്റ് ബാൻഡ് ഇതുപോലെ എടുത്തു വയ്ക്കാം. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഞാനിവിടെ നിവർത്തിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ 2ആക്കി ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയാണിത്. അപ്പോൾ ഒരു സിഗരറ്റ് ബാൻഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2ആക്കി മടക്കിയെടുക്കുക. അപ്പോൾ ക്രോച്ചേരിയുടെ ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ ക്രോച്ചേരിയുടെ ഭാഗത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോച്ചേരിയുടെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ആ ക്രോച്ചേരിയുടെ ഭാഗം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ക്രോച്ചേരിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ സൈഡ് വശം മുഴുവൻ നമ്മൾ 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സ് യോജിപ്പിച്ച് വരച്ചെടുക്കുക. അപ്പോൾ ഈ മെത്തേഡ് വളരെ ഈസിയാണ്. നമുക്ക് സിഗരറ്റ് ബാൻഡ് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് അളവെടുക്കാനൊന്നും സമയമില്ലാത്തവർ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. താഴെ നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഓപ്പണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഭാഗം ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തും ഇതുപോലെ ആ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ, അതായത് നമ്മുടെ സൈഡ് വശത്ത് നമുക്ക് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് അവിടെ നമ്മൾ നേരത്തെ തന്നെ 1 ഇഞ്ച് നമ്മൾ നീക്കിയിട്ട് വേണം ഇതുപോലെ നമ്മൾ പാൻറ്റ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 ഇഞ്ച് ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ക്രോച്ചേരിയുടെ ഭാഗം എത്തണ വരെ നമുക്ക് തയ്യൽ തുമ്പ് മതി കേട്ടോ. ബാക്കി നമുക്ക് ഭാഗത്ത് തയ്യൽ തുമ്പ് വേണ്ട. അപ്പോൾ കറക്റ്റ് ആ ക്രോച്ചേരിയുടെ അതേ ലൈനിൽ നമ്മൾ തയ്യൽ തുമ്പ് നിർത്താതെ ഇതേ സെയിം ആ അളവ് വരെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കാം. അപ്പോൾ ക്രോച്ചേരിയുടെ ഭാഗം വരെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഈ പാൻറ് ഒന്ന് ഇതുപോലെ മടക്കി വെക്കാം. നമ്മൾ ആ ക്രോച്ചേരിയുടെ ഭാഗത്ത് നമ്മൾ ഒരു 2.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അതായത് നമുക്ക് ഇരിക്കാനൊക്കെ ടൈറ്റ് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മളിവിടെ 2.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീഡിയോൻ്റെ കുറച്ച് ഭാഗം മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റ് നമ്മൾ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം ആ കോർണറിൽ നിന്ന്, അതായത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് ഷേപ്പ് വരച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ സിഗരറ്റ് പാനിന് ചെയ്യുന്ന പോലെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് അല്ല കട്ട് ചെയ്തത്, നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ സൈഡിൽ ഫോൾഡഡ് സൈഡാണ്, അത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്കിവിടെ 4 പീസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2 പീസ് ഫ്രണ്ടിലും 2 പീസ് ബാക്കിനായിട്ട് വേണ്ടിയിട്ട് നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചു വയ്ക്കാം. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല വശങ്ങൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ക്രോച്ചേരിയുടെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ചിൽ 2 പീസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ ക്രോച്ചേരിയുടെ ഭാഗത്ത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരു പീസ് ഫ്രണ്ട് ഭാഗമായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുകളിൽ നിന്ന് 2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത് മുകൾ ഭാഗത്ത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ആ മുകൾ ഭാഗത്ത് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈൻ അവിടെ നേരത്തെ തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ആ അറ്റത്ത് നിന്ന് ഇതുപോലെ ചെരിച്ച് ആ 2 ഇഞ്ചിലേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസാണ് നമ്മൾ ഫ്രണ്ട് പീസായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈൻ വരച്ച ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗമാണ് ഫ്രണ്ട് പാർട്ടായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പീസ് നമുക്ക് ചെറിയ പീസാണ്, ഫ്രണ്ട് പാർട്ട് ചെറുതും ബാക്ക് പാർട്ട് വലിയ പീസായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ നമ്മൾ നിവർത്തി വെക്കുക. അപ്പോൾ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കട്ടി കുറഞ്ഞ ക്ലോത്തിൽ സിഗരറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ്ങും കൂടി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ക്രോച്ചേരിയുടെ ഭാഗം നമ്മൾ കറക്റ്റ് ഒപ്പത്തിന് നമ്മൾ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ ഈ പാൻറ്റിൻ്റെ ഈ കാലിൻ്റെ ഈ സൈഡിൽ നിന്നും നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഞാനിവിടെ 1/2 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന താഴത്തെ കാലിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ നിവർത്തിയെടുക്കുക. ഉൾസൈഡ് വശമാണ് നമ്മളിവിടെ നിവർത്തിയെടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കുക, വീണ്ടും നമ്മൾ 1 ഇഞ്ചിൽ ഇതുപോലെ മടക്കിയിട്ട് മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് 1/4 ഇഞ്ചിൽ മടക്കുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു 1 ഇഞ്ച് വരുന്ന രീതിയിൽ മടക്കി എടുത്തിട്ട് ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പം മറ്റേ കാലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ കാലിൻ്റെ ഭാഗത്ത് ചെറിയ ഓപ്പണിംഗ് കൊടുക്കാനായിട്ട് താഴെ നിന്ന് ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തോരം ഓപ്പൺ കൊടുക്കണം അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് വശത്തും ഞാനിവിടെ 2.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സൈഡ് വശം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ സൈഡ് വശം മുകളിൽ നിന്നും സ്റ്റിച്ച് ചെയ്യുക. ആ 2.5 ഇഞ്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്തോരം സിഗരറ്റ് പാൻറ്റിൻ്റെ ടൈറ്റ് വേണം അതനുസരിച്ച് നിങ്ങൾ സിഗരറ്റ് പാൻറ്റിൻ്റെ സൈഡ് വശം സ്റ്റിച്ച് ചെയ്യുക. 2.5 ഇഞ്ച് വരെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മളിത് ചെറുതാക്കി 2ആക്കി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഒരു സ്ലിറ്റ് വരുന്ന പോലെ തന്നെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ചെടുക്കാനായിട്ട് മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കുക, വീണ്ടും നമ്മൾ 1 ഇഞ്ചിലൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ചുറ്റും നമ്മൾ പിൻ കുത്തുക. അപ്പോൾ ഇലാസ്റ്റിക് കയറാനുള്ള ഒരു 2 ഇഞ്ച് അവിടെ ഗ്യാപ്പ് വിടണം. എന്നിട്ടാണ് ചുറ്റും സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ മുകൾ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് കയറാനുള്ള ഗ്യാപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 35 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്തായിട്ട് എടുത്തത്. അപ്പോൾ എനിക്ക് ഹിപ്പ് റൗണ്ട് വരുന്നത് 39 ഇഞ്ചാണ്. ഞാനിവിടെ ഒരു 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തത്. അതുമേ നമ്മൾ ആ ഇലാസ്റ്റിക്കുമ്പോൾ ഒരു സേഫ്റ്റി പിന്ന് കുത്തിയതിന് ശേഷം ഉള്ളിലേക്ക് ഇലാസ്റ്റിക് പോലെ കയറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ഇലാസ്റ്റിക് ഇവിടെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ 2 ഇലാസ്റ്റിക്കും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ട ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സിഗരറ്റ് പാൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അത് ഇവിടെ ഇതുപോലെയാണ് സ്ലിറ്റ് വരുന്ന ഭാഗമാണ്. അപ്പോൾ സ്ലിറ്റായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.